അതങ്ങനെ നടക്കുമെങ്കിൽ നല്ല കാര്യമാണ്. ഈ പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ ഈ പറഞ്ഞ കണക്ക് ജപ്പാനിലൊക്കെ നടത്തിയ പോലെ നമ്മുടെ കേരളത്തിലൊക്കെ നടന്നാൽ കൊള്ളാം. നമ്മളൊക്കെ ഒന്നും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൃദ്ധരായ രോഗികൾക്ക് പ്രായമായവർക്കും ഒക്കെ പ്രയോജനപ്പെടും. അപ്പം ഈ പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ നടപ്പിലാവുമെന്ന് വിശ്വാസമുണ്ടോ? നടപ്പിലാക്കണം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് പ്രായോഗികത്തിൽ വന്നാൽ വയോധികരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് വളരെ പ്രയോജനപ്രദമാകും എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് നമ്മുടെ കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ പ്രാവശ്യം മന്ത്രിസഭാ രൂപീകരണത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. മുൻ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലൊരു വകുപ്പ് രൂപീകരണമെന്നുള്ള ആലോചനയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വി ഡി സതീശൻ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. പക്ഷെ അതിന്റെ നടപടിക്രമങ്ങൾ നടക്കാനുണ്ട്. നമ്മുടെ പ്രായാധിക്യമുള്ളവർക്ക് അവരെ ജീവിത അവസാന കാലങ്ങളിൽ പങ്കാളികളെ നഷ്ടപ്പെടുന്നവർ കാണും, കുട്ടികൾ വിദേശത്ത് പോകുന്നവർ കാണും, അതേ കണക്ക് അസുഖങ്ങൾ ബാധിതർ കാണും. അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വയോധികരായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ വകുപ്പ്. മറ്റ് വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ പ്രായാധിക്യമുള്ളവരെല്ലാത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അവിടുത്തെ പോലെ തന്നെ അല്ലെങ്കിലും ഇവിടെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. വയോജനങ്ങൾക്ക് വേണ്ടുന്ന പരിഗണന, മുതിർന്നവരെ പരിഗണിക്കും, അവരെ ബഹുമാനിക്കും, ആദരിക്കും എന്നുള്ളതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നതാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. എന്തായാലും സർക്കാരിന്റെ ഇത്തരത്തിലൊരു വകുപ്പിനെ കുറിച്ച് പ്രായാധിക്യത്തിലുള്ള വയോജനങ്ങളെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്, ഇത് നടപ്പിലാക്കട്ടെ, ഞങ്ങൾ സന്തോഷവാനാണ്. പക്ഷേ ഈ കാര്യങ്ങൾ മുറപോലെ ഈ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി വകുപ്പുകൾ സെക്രട്ടേറിയറ്റ് ഫയലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ പറഞ്ഞതുപോലെ പഞ്ചായത്തുകളിൽ പകൽ വീട് സംവിധാനങ്ങളും അവർക്ക് വേണ്ടുന്ന വയോജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാവർക്കും സമീപിക്കാൻ വേണ്ടി ഒരു വകുപ്പ് നല്ലതാണ്, അത് നടപ്പിലാക്കണം എന്നാണ് നമ്മളുമായിട്ട് സംസാരിച്ചപ്പോൾ പ്രായം കൊണ്ടുള്ള വയോധികരായിട്ടുള്ളവർ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും അവരുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. നമസ്കാരം, എന്താണ് പേര്? നസീർ. നസീർ. എത്ര വയസ്സുണ്ട്? 58. ഇപ്പോൾ നമ്മുടെ പുതിയ വി ഡി സതീശന്റെ മന്ത്രിസഭ കയറിയപ്പോൾ ഈ വയോജനങ്ങൾക്ക് വേണ്ടി, പ്രായമായവർക്ക് വേണ്ടി ഒരു വകുപ്പൊക്കെ രൂപീകരിച്ചു. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അതങ്ങനെ നടക്കുമെങ്കിൽ നല്ല കാര്യമാണ്. ഈ പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ ഈ പറഞ്ഞ കണക്ക് ജപ്പാനിലൊക്കെ നടത്തിയ പോലെ നമ്മുടെ കേരളത്തിലൊക്കെ നടന്നാൽ കൊള്ളാം. നമ്മളൊക്കെ ഒന്നും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, നമുക്ക് മറ്റൊരാൾ ആശ്രയമില്ലാതെ നമുക്ക് ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഇങ്ങനെ പലർക്കും ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ. തെരുവിൽ കിടക്കുന്നവരുണ്ട്, ഒറ്റപ്പെടുന്നവരുണ്ട്, അസുഖബാധിതരായിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു മക്കൾ വിദേശത്ത് പോകും, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അങ്ങനെ ഒറ്റ പങ്കാളികൾ നഷ്ടപ്പെടുന്നവർ കാണും. അവർക്കൊക്കെ ഒരു പകൽ വീട് പോലുള്ള സംവിധാനവും ഈ കാര്യങ്ങളൊക്കെ അത് നടപ്പിലാക്കിയാൽ നല്ലതല്ലേ? നല്ലത് തന്നെ. അപ്പൊ പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ നടത്തി കണ്ടു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു അഭിപ്രായം പറയാം. തീരുമാനത്തോട് യോജിക്കുന്നു. എന്റെ പേര് വിശ്വംഭരൻ. എന്താ, എത്ര വയസ്സുണ്ട്? 80 വയസ്സാവും. 80 വയസ്സായി. ഇപ്പോഴും ജോലി ചെയ്യാണ്. എന്താണ് ജോലി? എന്താണ്? ഭാഗ്യക്കുറി വിൽക്കുകയാണ്. അപ്പൊ ഈ പുതിയ മന്ത്രിസഭയിൽ ഇങ്ങനെ ഒരു വയോജന വകുപ്പ് രൂപീകരിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നല്ല കാര്യങ്ങളാണ്. വൃദ്ധരായ രോഗികൾക്ക് പ്രായമായവർക്കും ഒക്കെ പ്രയോജനപ്പെടും. അപ്പം ഈ പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ നടപ്പിലാവുമെന്ന് വിശ്വാസമുണ്ടോ? നടപ്പിലാക്കണം. അവര് മുതിർന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ എപ്പോഴും ഞങ്ങൾ അവരുടെ കൂടെ കാണും. ഏത് സമയത്തും മാറ്റമില്ല. എന്തായാലും അത് വലിയൊരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ പോലും അവര് മുതിർന്നവരെ പരിഗണിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വകുപ്പൊക്കെ രൂപീകരിച്ചത്. മുൻ സർക്കാർ ആലോചിച്ചതേ ഉള്ളൂ, രൂപീകരിച്ചില്ല. അതുപോലെ തന്നെ പാർട്ടി കുറിക്കാത്താണെങ്കിൽ കമ്മീഷൻ കുറച്ച്, ലാഭം കുറച്ച്, പ്രൈസും കുറച്ച്. മുമ്പ് മാണി സാർ ഇരുന്നപ്പോഴൊക്കെ നല്ല പ്രൈസും ഉണ്ടായിരുന്നു, ടിക്കറ്റിന് ഇത്രയും വില. ഇതിപ്പോ ലാഭം മൊത്തം സർക്കാർ അടിക്കുക, ജോലി വിൽക്കുന്നവർക്ക് ലാഭമില്ല. മുതലാളിമാർക്കും സർക്കാരിനോ ലാഭം. മുതലാളിമാർക്കും ബൾക്കായിട്ട് തരുന്നവർക്ക് ലാഭമാണ്, സർക്കാരിനും ലാഭം. നിങ്ങളെ പോലെ ഈ കൊണ്ടുനടന്ന് വിൽക്കുന്നവർക്ക് ലാഭമില്ല, മേടിക്കുന്നവർക്ക് കിട്ടുന്നില്ല. ഓഫീസിൽ ചെന്നാ രണ്ടും ബുക്ക് പൈസയും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഈ കൊണ്ടുനടന്ന് ഈ വെയിലത്തും ചൂടത്തും ഒക്കെ നടന്ന് വിൽക്കുന്നവർക്ക് ലാഭമില്ല. അപ്പൊ ഇത് സർക്കാരിനും വലിയ മുതലാളിമാർക്കേ ഉള്ളു ലാഭം. അപ്പൊ ഈ വയോജന വകുപ്പ് നിങ്ങളെയൊക്കെ സംരക്ഷിക്കണമെന്നും പറഞ്ഞ ഒരു വകുപ്പൊക്കെ രൂപീകരിച്ചു, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
ഈ പ്രായത്തിക്കുള്ളവർക്ക് ചെന്നിരിക്കാൻ പഞ്ചായത്തിൽ പകൽ വീട് പോലെ സംവിധാനങ്ങളൊക്കെ രൂപീകരിക്കുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ മറ്റു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വയ്യാത്തവർ ഈ ഭാഗ്യക്കുറി വിറ്റ് ജീവിക്കുമ്പോൾ അല്പം കൂടി ലാഭം നിങ്ങൾക്ക് വേണം. അതാണ് നിങ്ങളുടെ ആവശ്യം. അല്ല, അങ്ങനല്ല. നമ്മുടെ മുതലേ നമുക്ക് 150, മറ്റേത് 175 രൂപയായിരുന്നു. അപ്പൊ അതിന്ന് നിങ്ങളുടെ കമ്മീഷൻ കുറച്ചു. നിങ്ങൾ രാമകല്യാണം കഷ്ടപ്പെട്ട ഒരു നേരത്തെ ആഹാരത്തിലുള്ള ഭാഗം കിട്ടുന്നില്ല. ഇല്ല. അപ്പൊ സർക്കാരിന്റെ കണ്ണു തുറക്കട്ടെ. നിങ്ങൾക്ക് അതിനുള്ള മാറ്റം. എല്ലാ ലാഭം സർക്കാർ കൊണ്ടുപോകാതെ, വൻകിട മുതലാളിമാരും കൊണ്ടുപോകാതെ, ഈ പാവപ്പെട്ട നിങ്ങൾ ജോലി ചെയ്ത് ഭാഗ്യക്കുറി വിൽക്കുന്നവർക്ക് അതിനുള്ള വരുമാനം ഉണ്ടാകട്ടെ. എന്തായാലും വയോജന വകുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം നടപ്പിലാക്കിയാൽ നല്ലത്. വസന്ത എത്ര വയസ്സുണ്ട്? 61. അപ്പൊ ഈ സർക്കാരിന്റെ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ. മക്കളും ഭാര്യ അല്ല ഭർത്താവൊക്കെ കൂടെ ഉണ്ടോ? ഭർത്താവുണ്ട്. ഒരു കൊച്ചേ ഉള്ളു. അതങ്ങ് ബാംഗ്ലൂരാ. എവിടെ? ബാംഗ്ലൂര് നിക്കുക. ബാംഗ്ലൂര് ജോലിക്കായിട്ട് പോയേക്കും. ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു. ഇത്തരത്തില് പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിലും പകൽ വീട് പോലെ ഒരു സംവിധാനമൊക്കെ വരുമെന്ന് പറയും. നടപ്പിലാവുന്നൊക്കെ വിശ്വാസം ഉണ്ടോ? വിശ്വാസം കാണുന്നുണ്ട്. അപ്പൊ ആ വകുപ്പിനെ കുറിച്ച് നല്ലൊരു കാര്യമാണ്. നല്ല കാര്യം തന്നെ. പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇതിനെ കുറിച്ച്? അഭിപ്രായമൊന്നുമില്ല. വരട്ടെ, നടപ്പിലാക്കിയിട്ട് നമുക്കറിയാം അഭിപ്രായം. എത്ര വയസ്സുണ്ട്? ഇപ്പോൾ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ കയറ്റിയിട്ട് ഒരു വയോജന വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പൊക്കെ രൂപീകരിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഇങ്ങനെയൊക്കെ രൂപീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടില് നമുക്കൊക്കെ നിങ്ങൾ പ്രായം ഉള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാവൂ? തീർച്ചയായിട്ടും. അത് പ്രായോഗികത്തിൽ വന്നാൽ വയോധികരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അത് വളരെ പ്രയോജനപ്രദമാകും എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. പക്ഷെ ഇതുവരെയും അത് പ്രായോഗികത്തിലായിട്ടില്ല. അങ്ങനൊരു വകുപ്പ് രൂപീകരിക്കുന്നതേ ഉള്ളൂ. ആ രൂപീകരണം പൂർത്തിയാകാമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വളരെ സന്തോഷവും തൃപ്തികരമായ ഒരു അനുഭവത്തിൽ ആയിരിക്കാനും അത് മാത്രമല്ല പ്രത്യാശയോടുകൂടി അവർക്ക് മരിക്കുവാനും കഴിയും എന്നാണ് എൻ്റെ ഒരു 30-30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ മുതിർന്നവരെ കാണുമ്പോൾ കുട്ടികൾക്കൊരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കുട്ടികളെന്ന് വേണമെന്നില്ല, നമ്മളെ അയൽക്കാരായാലും ഇന്നടുത്ത ചേട്ടൻ അല്ലെങ്കിൽ സാറ് എന്നുള്ളൊരു ബഹുമാനം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ മാറി. മുതിർന്നവർക്ക് അടുത്ത് ഒരു ബഹുമാനമില്ലാത്ത കണക്ക് പുതുതലമുറ മാറുന്നതായിട്ട് അനുഭവമില്ലേ? നിശ്ചയമായും മാറി. ആ മാറ്റത്തിന്റെ തലമുറയിലേക്കുള്ള ആ മാറ്റത്തിന്റെ കാരണം പ്രധാനമായും രക്ഷകർത്താക്കൾ തന്നെയാണെന്ന് ഞാൻ അസന്നിഗ്ധമായി പറയുന്നു. രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചൊല്ലിക്കൊടുക്കേണ്ട കാര്യം ചൊല്ലിക്കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ശരിയും തെറ്റും മനസ്സിലാകുന്നത്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് അത് കഴിയാത്തത് കൊണ്ട് അവർ ഈ വാർദ്ധക്യത്തിലായ പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാനും അവരോട് ഇടപെടാനുമുള്ള ആ ഒരു കെൽപ്പ്, ആ ഒരു ശേഷി, ആ ഒരു മനസ്സ് അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇവർ ഈ നേടുന്നത് ബഹുമാനക്കുറവും ഇവര് ഭീഷണിപ്പെടുത്തിയും ഉച്ചത്തിൽ നിന്നും കാര്യങ്ങൾ സഹായിച്ചെടുക്കുന്ന കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ ശാസിച്ച് വളർത്തുന്നില്ല. അതല്ലേ അവർ പൊതുസമൂഹത്തിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമെങ്കിൽ ഞാൻ മറ്റൊരാളുടെ അടുത്ത് എന്തിനു ഞാൻ ബഹുമാനിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ കുട്ടികൾക്ക് വരുന്നുണ്ടല്ലേ? അത് ഞാൻ അതാ പറഞ്ഞത്. അതിന്റെ കുറ്റക്കാരെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് എന്നുള്ള. കുട്ടികൾ ഇങ്ങനെ നശിച്ചു പോകുന്നത്, അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുന്നത്, അവർക്ക് ബഹുമാനിക്കാൻ അറിയാത്തത് നിശ്ചയമായും മാതാപിതാക്കളുടെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ചൊല്ലിക്കൊടുക്കും, പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഈ പഞ്ചായത്തുകൾ തോറും പകൽ വീട് സംവിധാനമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. പകൽ വീട് വരികയാണെങ്കിൽ ഞാൻ ഒരു പകൽ വീട് നിലനിൽക്കുന്ന ആ പഞ്ചായത്തിൽ ഒരു അംഗമാണ് ഞാൻ. പകൽ വീടിനകത്ത് ഞാൻ ചെന്ന് ക്ലാസുകൾ എടുക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം ഇത് ഭംഗിയായിട്ട് നടപ്പിലാക്കിയാൽ തീർച്ചയായിട്ടും സമൂഹത്തിന് നല്ലൊരു കാര്യമാണ്. തീരുമാനം ഏറ്റവും ശ്ലാഘനീയമായ തീരുമാനം തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും നടപ്പിൽ വരുത്തുവാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിസഭ, ഈ സർക്കാർ നിശ്ചയമായും അതിനു വേണ്ടുന്ന ചുവട് വയ്ക്കും എന്ന് ഞാൻ വ്യക്തിപരമായി ഞാൻ അഭിപ്രായപ്പെടുന്നു. ശുഭാപ്തി വിശ്വാസവും എനിക്ക്. വിജയൻ
എത്ര വയസ്സുണ്ട്? 69. ആണോ? ഇപ്പൊ പുതിയ സർക്കാരൊക്കെ അധികാരത്തിലേറി അറിഞ്ഞല്ലോ. അപ്പൊ ഈ പ്രായമാധികം ഉള്ളവർക്ക് വയോജന വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് രൂപീകരിച്ചു. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ആലോചിച്ചിട്ടേ പറയാൻ പറ്റൂ, അല്ല ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ മക്കളൊക്കെ ഉണ്ടോ? മക്കളുണ്ട്, ഭാര്യയുണ്ട്. എല്ലാം ഇവിടെ കൂടുണ്ടോ? മക്കൾ കൂടുണ്ടോ? ഉണ്ട്. അല്ല ഇതിന്റെ വകുപ്പ് എന്റെ വീട് കുളപ്പാടമാണ്. കുളപ്പാടത്തിന്റെ ഏരിയ കാണുന്നില്ല, സംസാരിച്ചിട്ട് പിന്നീട്. എന്നാലും ഒരുപാട് പ്രായാധികത്തുള്ളവർ ഒറ്റപ്പെട്ട് കഴിയുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടില്ലയോ? നമ്മളല്ല, മക്കളല്ല, മറ്റുള്ള ഒരുപാട് പേര് ഇതണക്ക് വയസ്സാകുന്ന സമയത്ത് 50 വയസ്സിന് മേലിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരില്ലേ? അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഒരു നല്ല കാര്യമില്ലേ? അതൊക്കെ നല്ല കാര്യം. അപ്പൊ വകുപ്പ് രൂപീകരിച്ചതിനെ കുറിച്ച് ഇനി അത് വരും നാളുകളിൽ അതിന്റെ എങ്ങനെ നടപ്പാക്കുന്നത് അറിഞ്ഞതിന് ശേഷം മറുപടി പറയാം. ഓ ശരി, അങ്ങനെ അതാണ് പറയുന്നത്. ഓ അതാ പറയുന്നത്.